വിവരങ്ങൾ പാലക്കാട്ടേക്ക് പോവുകയാണ്. പാലക്കാട് അകത്തേത്തറ നടക്കാവിൽ നിർമ്മാണം നടക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന് മുകളിൽ ഗർഡറുകൾക്കിടയിൽ ഒരു വയോധികൻ ഒരു രാത്രി മുഴുവൻ കുടുങ്ങിക്കിടന്നു. കല്ലേക്കുളങ്ങര സ്വദേശി രാമചന്ദ്രനാണ് കുടുങ്ങിയത്. ഇന്നലെ രാത്രി മുഴുവൻ കുടുങ്ങിക്കിടന്ന രാമചന്ദ്രനെ പുലർച്ചെ 6 മണിക്കാണ് രക്ഷപ്പെടുത്തിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. രാവിലെ അവിടെ രണ്ടാളുണ്ട്. എന്തറിയോ, നല്ല വെയിറ്റുള്ള ആളാണ്. കടിയെ വന്നു ചിലപ്പോ വാർത്തയുടെ വിവരങ്ങളുമായി പ്രിയ അളവള്ളി മഠമുണ്ട്. പ്രിയയ്ക്കൊപ്പം രാമചന്ദ്രനെ രക്ഷിച്ച ആളും ഉണ്ട്. പ്രിയ, ഇതെന്താണ് സംഭവിച്ചത്? എങ്ങനെയാണ് ഈ വയോധികൻ ഈ രാത്രി മുഴുവൻ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? എന്താണ് മനസ്സിലാവുന്നത്? രജനി, ഏറെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അകത്തേത്തറ നടക്കാവ് റെയിൽവേ മേൽപ്പാലത്തിൽ ഉണ്ടായത് എന്ന് വേണം പറയാൻ. കാരണം ഈ മേൽപ്പാലത്തിന്റെ പണി തുടങ്ങിയിട്ട് കൊല്ലം കുറയായി. 2021 തുടങ്ങിയതാണ്. തുടങ്ങുമ്പോൾ 18 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞതാണ്. 18 മാസവും കഴിഞ്ഞ് ഏറെ കൊല്ലം കഴിഞ്ഞു. ഇപ്പോഴും ഇതേ എങ്ങും എത്താതെ കടക്കുകയാണ്. ഇപ്പോൾ അതിവേഗം പണി പുരോഗമിക്കുന്നുണ്ട്. പലപ്പോഴും ഈ മേൽപ്പാലത്തിലെത്തുമ്പോൾ ആളുകൾ റോഡാണെന്ന് കരുതി രാത്രിയും മറ്റും ഇതിലൂടെ കയറി നടക്കുക, പലപ്പോഴും വാഹനങ്ങൾ പോലും കയറി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇതാണ് ഈ അപകടത്തിനിടയാക്കിയത്. ഇന്നലെ ഒലവക്കോട് ഭാഗത്തുനിന്ന് വരികയായിരുന്നു കല്ലേക്കുളങ്ങര സ്വദേശിയായ രാമേന്ദ്രൻ റോഡാണെന്ന് കരുതി നേരെ മേൽപ്പാലത്തിലേക്ക് കയറുന്നു. നമ്മൾ കാണുന്നത് ആ ഗർഡറുകൾക്കിടയിലാണ് ഇദ്ദേഹം കുടുങ്ങിപ്പോയത്. ഇന്നലെ രാത്രി കുടുങ്ങിപ്പോയി. ഇവിടെ ആളുകൾ ഉണ്ടായിരുന്നില്ല. സാധാരണ രീതിയിൽ മേൽപ്പാലത്തിന്റെ 2 ഭാഗത്തുമായി സുരക്ഷാ ജീവനക്കാരെ വെക്കാറുണ്ട്. ഇന്നലെ അത് ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ രാമചന്ദ്രൻ മേൽപ്പാലത്തിലേക്ക് കയറുന്നത് തടയുമായിരുന്നു. അത് ഉണ്ടായിട്ടില്ല. അതാണ് ഈ അപകടത്തിന് ഇടയാക്കിയത്. രാത്രി ആരുമില്ലാത്തതിന് അദ്ദേഹം ഒരുപാട് നേരം കുടുങ്ങിക്കിടന്നു. പിന്നീട് പുലർച്ചെ ഇവിടെ ചായക്കട നടത്തുന്ന ആളാണ്. നിങ്ങൾ എപ്പോഴാണ് അത് കണ്ടത്? 6 മണിക്ക് അയ്യോ രക്ഷപ്പെടുത്ത് പറഞ്ഞു. മൂപ്പരവിടെ പരിങ്ങായിരുന്നു ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാടേണ്ട ആൾക്കാർ വന്ന് രക്ഷപ്പെടുത്തും പറഞ്ഞു. അതന്നെ എല്ലാവരെയും വിളിച്ച് രക്ഷപ്പെടുത്തി. എല്ലാവരും കൂടി നാട്ടിലെല്ലാവരും കൂടി അതെ 3-4 ആൾക്കാർ മുകളിൽ കയറി അതേ കയറ്റി അങ്ങനെ കൊണ്ടുപോയി. ഇതിന്റെ ആൾക്കാരൊക്കെയാണ്. അതെങ്ങനെയാണ് വരുമ്പോ എന്താ അവസ്ഥ ഉണ്ടായിരുന്നു? ഞാൻ വരുമ്പോൾ സാധനം ഇറക്കാണ്. അപ്പോൾ ഇവിടുത്തെ നടക്കാവിൻ്റെ അവിടുത്തെ ശിവൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ സുഹൃത്താണ്. ശിവൻ, ഇത്തിങ്ങാപ്പറമ്പിൽ രതീഷ്, പിന്നെ പഴയ ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ സുധീർ, അങ്ങനെ കുറേ ആൾക്കാർ ഈ പ്രദേശത്തുള്ള ആൾക്കാരെ കൂടി പിടിച്ചിറക്കി. അയാൾ ഈ രക്ഷാപ്രവർത്തനത്തിന് ആളെ ബുദ്ധിമുട്ടിയിട്ടാണ് കയറ്റിയത് തന്നെ. കയറാനുള്ള സ്റ്റെപ്പോ ഒന്നുമില്ല. മേൽപ്പാലത്തിലേക്ക് നിങ്ങൾക്ക് കടക്കാൻ തന്നെ ഒരുപാട് സമയം ബുദ്ധിമുട്ടാണ്. ഇതേ പിടിച്ച് ഇവരൊക്കെ കൂടി ആട്ടോക്കാരും കൂടെ ജവഹറിന്റെ അനിയൻ അവരെ കൂടി പിടിച്ച് കയറ്റിയിട്ടാണ് അങ്ങനെ ഇറക്കിയത്. അവസ്ഥ എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ ഒരു കുഴപ്പമില്ല, ആൾ നോർമലാണ്. അതിനിപ്പോൾ രാത്രിയാണോ പകലാണോ എപ്പോഴാണ് പൊട്ടുന്ന ആൾക്ക് പറയാനും ഒരു ഇതില്ല. നിങ്ങൾക്ക് ഇത്തരം അവസ്ഥകൾ സ്ഥിരം ഉണ്ടാവാറുണ്ടോ? നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു കാർ ഇതുപോലെ പോയതായിട്ട് കേട്ടിരുന്നു. മലമ്പുഴ ആ ഭാഗത്ത് നിന്ന് കയറിയിട്ട് അവിടെ വന്ന് തിരിച്ചു പോവുകയും ചെയ്യുക. വലിയൊരു അപകടം ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഭയങ്കരമായിട്ടുള്ള അപകടങ്ങളാണല്ലോ. ഇതിപ്പോൾ 4-5 വർഷത്തിന് മേലെ ആയില്ലേ തുടങ്ങിയിട്ട്. ഇതുവരെയും ഒരു പണി നടന്നില്ല. ഇപ്പോഴാണ് കുറച്ച് സ്പീഡായി തുടങ്ങിയിട്ടുള്ളത്. സെക്യൂരിറ്റി ജീവനക്കാരൊന്നും ഉണ്ട്. ആ പാലക്കാട് ഭാഗത്ത് റെയിൽവേ പൈസ കൊടുത്തിട്ട് ആളെ വെച്ചിട്ടുണ്ട്. അവരൊന്നും ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നിരിക്കില്ല. അവിടെ പോയി ഇവിടെ കണ്ടു. ഒരാള് ഇറങ്ങി നിങ്ങൾ ഇതിനെ കയറി എന്നൊക്കെ പറഞ്ഞ ആള് സ്ഥലം വിട്ടു. ഇവിടെ ഈ സ്ഥിരമായിട്ടൊരു സംവിധാനം സ്ഥിരമായിട്ടില്ല. അതാണ് പ്രശ്നം. ഇടയ്ക്കൊന്ന് വിസിലടിച്ച് അങ്ങനെ പോകും. മലമ്പുഴ ഭാഗത്ത് റോഡ്സും ബ്രിഡ്ജസും പൈസ കൊടുത്ത് വെച്ചിട്ടുണ്ട്. 2 വശത്തും 2 പേരും പൈസ കൊടുത്തിട്ട് സെക്യൂരിറ്റി വെച്ചിട്ടുണ്ട്. അവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഒരാളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ അവരാണ് ഇത് ചെയ്യേണ്ടത്. അവരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വലിയ വീഴ്ച തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ പുതിയ മന്ത്രിസഭ വന്ന ശേഷം നമ്മൾ മുഖ്യമന്ത്രിക്ക് തുളസി ടീച്ചറും MP ഒക്കെ ഇടപെട്ട് കത്ത് കൊടുത്ത് നിവേദനം കൊടുത്തിട്ടുണ്ട്. എന്തായാലും നാട്ടുകാരുടെ ഏറെക്കാലമായിട്ടുള്ള ഒരു ആവശ്യമാണ് ഈ പാലം പണി പൂർത്തിയാക്കുക എന്നുള്ളത്. പാലം പണി പൂർത്തിയാക്കിയാൽ ഇതുപോലെ ഒട്ടേറെ അപകടങ്ങൾ ഉണ്ടാകും. കൃത്യമായ സുരക്ഷാ സംവിധാനം ഇല്ലാതെ പ്രവർത്തിച്ചാൽ ആളുകൾ പലപ്പോഴും അപകടത്തിൽപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. രജനി, ശരി. പ്രിയ അളവള്ളി മഠമാണ് സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അപ്പോൾ എന്തായിരുന്നു സാഹചര്യമെന്ന് അയാളെ രക്ഷപ്പെടുത്തിയ വയോധികനെ രക്ഷപ്പെടുത്തിയ രാമേന്ദ്രനെ രക്ഷപ്പെടുത്തിയ ആളുകളും ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്.